ആറ്റിങ്ങൽ നഗരസഭയുടെ ഖരമാലിന്യ പ്ലാന്റിൽ കക്കൂസ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നഗരസഭയിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബി.ജെ.പി. ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ചുടുകാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കച്ചേരി നട ചുറ്റി നഗരസഭ പ്രവേശന കവാടത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. അട്ടകുളത്ത് ഈ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരു കാരണവശാലും നിർമ്മിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്ന പാർട്ടിയുടെ ഉറച്ച പ്രഖ്യാപനമാണ് ഈ പരിപാടി. ടൗൺ ഹാൾ അഴിമതിക്ക് ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു ടൗൺ ഹാള് ഇവിടെ നിർമ്മിക്കാൻ നോക്കുന്നുണ്ട്. ആ ടൗൺ ഹാളിന്റെ ഭീകരമായ അഴിമതിക്ക് ശേഷം അടുത്തിവിടത്തെ നഗരസഭ നടത്താൻ പോകുന്ന ഗംഭീര അഴിമതിയുടെ തുടക്കമാണ് ഈ മാലിന്യ പ്ലാന്റ്. 2020 മുതൽ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്, സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അട്ടകുളത്ത് പല തവണ ഇത് നടത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. അന്നൊക്കെ വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായി പരാജയപ്പെട്ടു മാറിയതാണ്. എന്തുകൊണ്ടാണ് ഇതിന് യോജിച്ച മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയാതെ പോയത്? ഇപ്പൊ പറയുന്നത് 2026 ഫണ്ട് ലാപ്സ് ആവുമെന്നാണ്. ഫണ്ട് ലാപ്സ് ആയാൽ അതിന് ഉത്തരവാദി ഈ നഗരസഭയാണ്. കഴിഞ്ഞ 2019 മുതൽ ഇങ്ങോട്ട് ഇവിടെ ഇതിന്റെ ചർച്ച നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഈ മാലിന്യ പ്ലാന്റിന് പറ്റിയ ഒരു സ്ഥലം എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയാതെ പോയത്? അത് ഇവിടെയാകാം, തൊട്ടടുത്ത പഞ്ചായത്തുകളിലാവാം. ജനവാസമില്ലാത്ത ഇതിന് പറ്റിയ എത്രയോ സ്ഥലങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് അതൊന്നും പരിഗണിക്കാൻ കഴിയാതെ പോയത്? ഈ നാട്ടിലെ ജനങ്ങളോട് ഈ ഭരണസമിതി കാട്ടിയ ഏറ്റവും വലിയ കൊടും വഞ്ചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അട്ടകുളത്ത് മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത് അഴിമതിക്കാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കമ്മീഷൻ തട്ടിയെടുക്കാനുള്ള അവസാനത്തെ അടവാണ് നഗരസഭ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ടൗൺ ഹാള് നമ്മുടെ മുന്നിൽ ഇവിടെ ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അട്ടകുളത്ത് ഈ പ്ലാന്റ് വരണമെന്ന് നഗരസഭ തീരുമാനിച്ചത്? അത് ജനങ്ങളോട് പറയണം. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇവർ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനം ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ എങ്ങനെയാണ് മാലിന്യ പ്ലാന്റിന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്? ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? അതിന്റെ റിപ്പോർട്ട് എവിടെ? അത് ജനങ്ങൾക്ക് കാണണ്ടേ? സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടില്ലല്ലോ. അതിവിടെ ജനങ്ങൾക്ക് കാണണ്ടേ? മണ്ണ് പരിശോധന നടത്തിയോ? തൊട്ടടുത്തുള്ള കിണറുകളിൽ പരിശോധന നടത്തിയോ? എന്ത് പരിശോധന നടത്തി? ഒരു പരിശോധന നടത്തിയിട്ടില്ല. കഴിഞ്ഞ 2020 മുതൽ ഇങ്ങോട്ട് അട്ടകുളത്ത് പല തവണയായി ഈ ചുടുകാട്ടിൽ ഈ പ്ലാന്റ് കൊണ്ടുവരാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ നടത്തിയ സമയത്തൊന്നും അവിടെ സ്ഥലം ഇതിന് പറ്റിയതാണോ എന്ന് ഒരു പരിശോധന ഇവർ നടത്തിയിട്ടില്ല. ഇത്രയും തൊട്ടടുത്ത് വീടുകളുള്ള, തൊട്ടടുത്ത് ജലസ്രോതസ്സുകളുള്ള, കുട്ടികൾ ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തിരഞ്ഞെടുത്തത്? ലോകത്തൊരിടത്തും, ഈ രാജ്യത്തൊരിടത്തും ഇത്തരത്തിലൊരു ജനവാസ മേഖല ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കില്ല. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് T.N. സ്വരാജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് S.R. രജികുമാർ, ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വക്കം അജിത്, ഒറ്റൂർ മോഹൻദാസ്, സംസ്ഥാന കൗൺസിൽ അംഗവും ആറ്റിങ്ങൽ മണ്ഡലം പ്രഭാരിയുമായ കാര്യറ്റ് ശിവപ്രസാദ്, ജില്ലാ ഭാരവാഹിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും നഗരസഭ പാർലമെന്ററി ഹെഡുമായ രാജേഷ് മാധവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മണമ്പൂർ ദിലീപ്, ജില്ലാ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ ആറ്റിങ്ങൽ സന്തോഷ്, തിരുവനന്തപുരം നോർത്ത് ജില്ലാ മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് ദീപ്തി ജീവൻലാൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ CS ജീവൻലാൽ, V ശിവദാസൻ, നഗരസഭാ കൗൺസിലർമാരായ ദീപ രാജേഷ്, ആര്യ, ആശ, പ്രിയങ്ക രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി അങ്ങേയറ്റം ഇത് ചെറുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, അട്ടകുളത്ത് ജനങ്ങളെ ഈ ദുരിതത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഭാരതീയ ജനതാ പാർട്ടി അട്ടകുളത്തെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. ഏത് വില കൊടുത്തും അങ്ങേയറ്റം വരെ സമരം ചെയ്താണെങ്കിൽ ശരി, ഈ നഗരസഭയുടെ നീക്കം ഞങ്ങൾ ചെറുക്കും. അട്ടകുളത്ത് ഈ കക്കൂസ് മാലിന്യ പ്ലാന്റ് വരാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. അത് ഇന്നിവിടെ ഉറച്ച പ്രഖ്യാപനമായി തന്നെ ഞങ്ങൾ ഉയർത്തുകയാണ്. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.